ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മളുടെ പേജാണ് ടിപ്സ് ഓഫ് ഇടുക്കി. ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റയിൽ ഒരു പേജുണ്ട്. അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നല്ല നല്ല വീഡിയോകൾ അതുപോലെ തന്നെ നല്ല നല്ല ടിപ്സുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഓറഞ്ച് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് നമുക്ക് നമ്മളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ യൂസ്ഫുൾ ആക്കി എടുക്കാം എന്നുള്ളതാണ്. അതിൻ്റെ തൊലി പോലും കളയാൻ പാടില്ല. വളരെ നല്ല കുറച്ച് ടിപ്സുകളാണ്, ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ വിറ്റാമിൻ സിയിലൊക്കെ സമ്പുഷ്ടമാണ് നമ്മളുടെ ഓറഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സീസണൽ ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് വാങ്ങിച്ച് കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമല്ലേ. അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് 2 ഓറഞ്ച് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് ഫുള്ളായിട്ട് അങ്ങ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഈ ഒരു കളറിലേക്കാവും കേട്ടോ നമ്മളുടെ വെള്ളം. ആ ഓറഞ്ച് ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. ആദ്യത്തെ ടിപ്പ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളുടെ വെള്ളത്തിന്. ഇത് ഒരുപാട് യൂസ്ഫുൾ ആകും. ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളുടെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ടത് സിന്തറ്റിക് വിനാഗിരിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ വിനാഗിരിയുടെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറികളിൽ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ചേർക്കാറുണ്ടല്ലേ, അതുപോലെ തന്നെ ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ് നമ്മളുടെ വിനാഗിരി എന്ന് പറയുന്ന സംഭവം. അപ്പം നമ്മളുടെ ഓറഞ്ച് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാകും നമ്മളുടെ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടിപ്പ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ കോലം. നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലൊക്കെ കിടക്കുമല്ലോ. അപ്പം എൻ്റെ ഗ്യാസ് സ്റ്റൗ നല്ല പഴക്കമുള്ള ഗ്യാസ് സ്റ്റൗവാണ് കേട്ടോ. ഈ പ്രസ്റ്റീജിൻ്റെ ഇറങ്ങിയ ഈ ഒരു ടേബിൾ ഗ്ലാസ് ടോപ്പ് ഇറങ്ങിയ സമയത്ത് വാങ്ങിച്ചൊരു സ്റ്റൗവാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിനുണ്ട്. പക്ഷേ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല തന്നെയാണ്. എനിക്ക് പ്രസ്റ്റീജ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് ആ ഒരു ഗ്ലാസ് ടോപ്പിൻ്റെ ആ മുകളിലേക്ക് നമുക്ക് കുറച്ച് നമ്മളുടെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാകും. നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മീൻ പൊരിക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ കറികളുടെയൊക്കെ ഒരു സ്മെല്ലൊക്കെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിന് ഉണ്ടാകാറുണ്ട്. അത് പോകാനായിട്ടും ഈ ഒരു വെള്ളം നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. നമ്മുടെ സ്റ്റൗവ് ഡീപ്പ് ക്ലീനിങ് ആണ് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിം ജെല്ലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതായത് സോപ്പ് ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടൺ ടവലോ വെച്ച് തുടച്ചെടുക്കാം. ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് കുറച്ച് ടിഷ്യൂവിൽ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളുടെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാകും. നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അപ്പം ഓറഞ്ച് കഴിച്ചതിന് ശേഷം തൊലിയൊന്നും ആരും കളയരുത്. ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ചെയ്യുമ്പം കുറച്ച് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കണം. ഇത് പക്ഷേ നമുക്ക് പുറത്ത് വെച്ചാലും യാതൊരു പ്രശ്നവുമില്ല. നന്നായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി ഒരു ടിഷ്യൂ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് തൂത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ, ഒരു നല്ല വൈറ്റ് കളറിലായിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ടിഷ്യൂവിൽ ഒരു അഴുക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ടിഷ്യൂ തന്നെ എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഓറഞ്ചിൻ്റെ ആ ലിക്വിഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മളുടെ ഈ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെയുള്ള നമ്മളുടെ ടൈലൊക്കെ എണ്ണയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വീണ് ഡയർട്ടി ആവാറുണ്ട്. ആ ഭാഗത്തുള്ള ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലീനായി കിട്ടും കേട്ടോ. നമ്മളുടെ ആ ഒരു ടൈലിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂം നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മളുടെ ബാത്റൂമിലെ പൈപ്പ്, അങ്ങനെ നമ്മളുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലത്തെ ക്ലീനിങ്ങിന് വേണ്ടി എടുക്കുന്ന എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ നല്ല ടിപ്പാണ്, ട്രൈ ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ ആ ഒരു സ്മെല്ല്, ബാഡ് സ്മെല്ല് പോകുന്നുള്ളതാണ്. ബാഡ് സ്മെല്ല് പോകും. ഓയിലി ആയിട്ടുള്ള ആ ഒരു അവസ്ഥ നന്നായിട്ട് മാറി കിട്ടുകയും ചെയ്യുവേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം എങ്ങനെയാണെന്ന്. അടുത്ത ടിപ്പ്, ഞാൻ ഈ ഒരു വെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അല്ലേ. ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് അടച്ച് നല്ല കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുക. അപ്പം കുറച്ച് ദിവസം നന്നായിട്ട് കേടാവാതെ ഇരുന്നോളൂ കേട്ടോ.
നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ ഉണ്ടല്ലോ, അതും നമുക്കിത് വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ നല്ല ബാഡ് സ്മെല്ല് പോകാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടും ഇതേ വെള്ളം തന്നെ ഉപയോഗിച്ച് നമുക്ക് ടേബിൾ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ഗ്യാസ് ടോപ്പ് അതുപോലെ തന്നെ നമ്മളുടെ ടേബിൾ ടോപ്പ് ഒക്കെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതിയാകും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണാടി ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപകരിക്കും കേട്ടോ. അപ്പം മിററൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അറിയാം, വെറുതെ അങ്ങ് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്താൽ അത് നന്നായിട്ട് അങ്ങ് പോകണമെന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് പാടായിരിക്കില്ലേ പോകാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പഴക്കം ചെന്ന കണ്ണാടികളൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും കുറച്ച് പാടാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ കണ്ണാടിയിലെ കറിയും ചെളിയും അഴുക്കും പോകുന്നതായിട്ട് വളരെ നല്ല സാധിക്കും. ഇതും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മളുടെ ആ ഒരു വെള്ളം കൊണ്ട് മാത്രമല്ല, നമുക്ക് ആ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, അത് വെച്ച് ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ച ആ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ആ തൊലി ആവശ്യമില്ല. തൊലി മാറ്റിയതിന് ശേഷം ഓറഞ്ച് എടുക്കുക, അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ നീര് എടുക്കുമ്പം കയ്പോ അല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് അതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് മാത്രം പിഴിഞ്ഞെടുക്കുക കേട്ടോ, മിക്സിയിൽ ഇട്ട് കൊടുക്കരുത്. അപ്പം നമ്മളുടെ ഓറഞ്ച് ജ്യൂസിനകത്തേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് തേനാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ തേനിൻ്റെ അളവ് നമുക്ക് വ്യത്യാസപ്പെടുത്താം. അപ്പം ഈ തേനും ഓറഞ്ച് നീരും കൂടി ചേരുമ്പം വളരെയധികം ഇഫക്റ്റീവാണ്. നമ്മളുടെ കോൾഡ്, കഫ്, അതുപോലെ തന്നെ ഫീവർ, ചുമ, പനി, ജലദോഷം ഒക്കെ മാറാൻ നമ്മളെ സഹായിക്കും ഈ ഒരു ജ്യൂസ്. ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.